ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതേ നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടാ. ഇന്നത്തെ പരിപാടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ട്രക്കിംഗ് ആയിരുന്നു. അപ്പൊ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇനി എന്നിട്ടാ ചായ കുടിച്ചിട്ട് ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. ഫാം കാണാൻ പോവാം. ട്രക്കിങ്ങിന് പോകണം, ഫാം കാണാൻ പോകണം. മൊത്തം കണ്ടിട്ട് വരാം. അതൊക്കെ ഉണ്ട്. ഞങ്ങള് ചായ റോക്കി ബൈ ബാക്കില് ബ്ലാക്കും ഇതിട്ടിട്ട് ഇവിടെയാണ് നമ്മൾ ചായ കുടിക്കണം കേട്ടാ. പൂൾ സൈഡില് രാശേട്ട ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ. ജാനു അപ്പൊ ഞാൻ കോഫി എടുത്തു, ജാനു ചായ എടുത്തു. അപ്പൊ നമുക്ക് പൂൾ സൈഡിൽ നിന്ന് ചായ കുടിക്കാം. ജാനോടെ നമ്മളിനി ചായ കുടിച്ച് കഴിഞ്ഞിട്ടേ ട്രക്കിങ്ങിന് പോകും. ട്രക്കിങ്ങിന് പോയി വരുമ്പോഴേക്കും വെയ്യാണ്ടാവും. നമ്മുടെ എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആവാറുണ്ട്. എനിക്ക് എല്ലാ പരിപാടിയും വരിക പീരീഡ്സിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിലാണ്. എന്താ ചെയ്യുക, എന്നാലും നമ്മൾ ഒഴിവാക്കപ്പില്ലല്ലോ, നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. പൂൾ സൈഡിലാണ് ഞങ്ങളുടെ ചായ കുടി. സൺറൈസ് കഴിഞ്ഞിട്ട് സണ്ണിനെ കാണാൻ പോകും. സൺറൈസ് കഴിഞ്ഞ് സണ്ണിന് അല്ല, ട്രക്കിങ് അവരെ ഫാമും കാര്യങ്ങളും അങ്ങനെ എല്ലാം കാണാനാ. ആണോ? അറിയില്ല. വരൂ. പോണ്ടേ, നമുക്ക് ട്രക്കിങ്ങിന് പോണ്ടേ. നമ്മുടെ നടത്തി തുടരാം. മോളിൽ കയറിയിട്ട് വേണം, റിസപ്ഷനിൽ ചെന്നിട്ട് വേണം ട്രക്കിങ്ങിന് പോകാൻ. തങ്കം വെള്ളി ആരാ? വെള്ളി അപ്പൊ നംശിവോ? സ്വർണ്ണാണോ നംശിവ്? ഇപ്പൊ ഞാനും നംശിവും സ്വർണ്ണാണ്. തങ്കം എന്ന് വെച്ചാൽ സ്വർണ്ണ കഴിഞ്ഞു. നടന്ന് കരച്ചു തുടങ്ങി. എന്റെ ഫേവറേറ്റ് സ്ഥലം നോക്കിയിട്ട് ഞാനും മഞ്ഞ് ആ മേഘങ്ങളെ ഇറങ്ങി നിക്കണേ. ഒയ്യോ, മലയുടെ അവിടെ മേഘങ്ങൾ ഇറങ്ങി നിക്ക. കാണിച്ചേട്ടാ. എന്റെ ദൈവമേ, ഒന്ന് നോക്ക്, എന്തൊരു നല്ല വ്യൂ. അറ്റത്തൊരു പുഴയുണ്ട്, കാണിച്ചുതരാം. അവിടെ ഒരു പുഴയുണ്ട് കണ്ടാ. നേരിട്ട് എന്തൊരു രസാന്നറിയോ. വീഡിയോയിൽ ഭംഗിയുണ്ട്, പക്ഷെ ഏറ്റവും രസം എന്താ മലയാ. ഇതിനോട് ചേർന്ന് നിൽക്കണ മല അടിപൊളി. കണ്ടാംശുവേ, മലയുടെ അവിടെ തൊട്ട് നിൽക്കണ മേഘങ്ങൾ. പുഴയല്ലേ മോളില്. ഞങ്ങൾക്ക് റിസപ്ഷനിലേക്ക് പോകാം. അതാണ് നമ്മുടെ റിസപ്ഷൻ. റിസപ്ഷനിലേക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട്സ് നൗ. നൗ എവിടെന്നാ വേറൊരു നൗ. ട്രക്കിംഗ് ട്രക്കിംഗ് ട്രക്കിംഗ്. രാജേഷ് ഏട്ടനാണ് ഇതേ കയറിയ ആൾക്കാർ. ഇതേ അറ്റത്ത് നിൽക്കണം വേണ്ട, അവിടെ വരെ നമുക്ക് കയറണം. പൂവന്നെ പക്ഷെ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം.
ഇല്ലാട്ടാ നംശുവിന് ഇതിലൊക്കെ ഇൻട്രസ്റ്റാ. നംശു വരും. പൂച്ചപ്പഴം കഴിക്കണ്ടാട്ടാ. കൈ മുട്ടിക്കണോട്ട് കാണാം. നമ്മുടെ പറമ്പിലുണ്ട്. അട്ടയുണ്ടാവട്ടാ. വേ നടന്നോ. പുല്ലിലൊന്നും കയറി നിക്കണ്ട. അട്ടയുണ്ടാവും. കൈ കഴിക്കുന്നു. അയ്യോ അമ്മേ. അയ്യോ ഞാനും നമ്മള് മലയുടെ മോളിക്കാ പോണേ. അയ്യോ നംശുവോ പാടാ. ആന ഇറങ്ങണ സ്ഥലമായിരിക്കും. എന്റെ ഭഗവാനെ, എന്റെ ശിവനെ. അയ്യോ അയ്യോ അയ്യോ. കേറിയിട്ട് നോക്കാം വട്ട പിടിച്ചോണ്ടോ. പതുക്കേട്ടാ, തിരക്കൂട്ടണ്ട. അമ്മേ ട്രക്കിങ് അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമായി. നല്ല വെയിലുണ്ട്. അയ്യോ തണുപ്പുണ്ടെങ്കിലും നമ്മൾ ഈ കയറണ നേരം കൊണ്ട് വിശർക്കും. വെയിലുണ്ട്. കാട്ടിലെ കുറേ ചെടികൾ കാണാനുണ്ട്. അയ്യോ നടക്കണ വഴി നോക്ക്. കല്ലൊക്കെയാണ്. അയ്യോ ആ മരം നോക്ക്. അമ്മേ ഈ മരം നോക്ക്. അയ്യ സ്ഥലം നോക്ക്. ഈ വീടാണ്. സൂപ്പർ. ബാക്ക് സൈഡ് കണ്ട. അടിപൊളി അടിപൊളി. വാ വാ. അതെ ഇത് കൊറേ കാട് പിടിച്ച വഴിയാ. ഇത്രല്ലേ മുള്ളത്തറ. അങ്ങോട്ട് പോരുത്തട്ടെ ജാനു. എങ്ങനെയുണ്ട് ജാനു? കുഴപ്പമില്ല. നോക്ക് ഇനിയുണ്ട്. ഇങ്ങോട്ട് നീങ്ങുന്നേ. ഇങ്ങോട്ട് നീക്ക്. നംശു ഇങ്ങോട്ട് നീങ്ങ. വഴിക്കാൻ മതി. ഇതിവിടെ ഇറങ്ങി കണ്ടോ. അയ്യോ താഴത്തേക്ക് തൊടുപുഴ എവിടെയാ? ആകണെന്താ അല്ലേ? എവിടെയാ തൊടുപുഴ? ആ ആ ആ മലയുടെ മുകളിൽ അല്ലേ? ആ ആ ആ ഫാം ഹൗസിലേക്ക് അത് വേറൊന്നുമില്ല. പുഴ ഇന്ന് കണ്ട കുന്നതേ അതിന്റെ ഏകദേശം എടുത്തെത്തിണ്ട് നമ്മള്. ശരിയാട്ടോ ആന ചിലപ്പോ ഉണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയാ കാണാട്ടോ ഞാനോ. രണ്ട് സ്ഥലത്തും തുടങ്ങണല്ലോ. അങ്ങോട്ട് നോക്ക്. അത് മൂവാറ്റുപുഴ ടൗണാന്ന് പറഞ്ഞത്. ആ അറ്റത്ത് കാണുന്നത്. ആ ഒരു പാലുണ്ട് നദിയില്. കണ്ടോ? ആ പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞോട്ടോ ചേട്ടൻ.
ഓ ഞാനുണ്ടല്ലേ ഞാനോ കണ്ടോ മൂലമറ്റം പൗർവ്വം അവിടെ വേറെ റിസോർട്ട് ഉണ്ടല്ലോ നമ്മുടെ റിസോർട്ടാ നമ്മുടെ അവിടെ മുകളിലല്ലേ അത് വേറെ നമ്മുടെ താഴെ ഇവിടെ അവിടെ അവിടെ അങ്ങോട്ട് നിന്നില്ല ഞാൻ കേറി ലേറ്റ് അടിക്കുമ്പോ ഇവിടെ നിന്നു കണ്ടോ ഇവിടെ നിന്നു ലേറ്റ് അടിക്കുമ്പോ അങ്ങോട്ട് കണ്ട കൊറേ ഷെയ്ഡ് വരണുണ്ടോ എന്താ വെള്ളം വെള്ളണോ വെള്ള കുപ്പിയില് അല്ലേ വെള്ളം പോയി എന്റെ ബേഗിലും ഈ മലയേക്കാളും ഹൈറ്റ് ഉണ്ട് ആ മലയ്ക്ക് അല്ലേ സംശയമാണോ വെള്ളം ബേഗ് അടച്ചിട്ടില്ല ഇത് വെച്ചിട്ട് വേണം നല്ല ചൂട് വെയിലടാ അതെന്താണോ അവര് അവിടെ മാത്രമായിട്ട് ഇത് വെക്കാട്ടെ പിന്നെ കൊറേ കയറാനില്ല അല്ലേ പെട്ടെന്ന് എത്തിയിട്ടാ അത് അവര് എൽപ്പാരി നോക്കിട്ട് ആയിരിക്കും വച്ചേക്കണം അല്ലേ എൽപ്പാരിയായിട്ടേ എത്തിയിട്ടുണ്ടാവും അമ്മ അവിടെ മറ്റേ തൈലത്തോട്ട തൈലത്തോട്ട തേയില ആ തൈല എന്റെ ഉള്ളില് കാണണ ഓരോ ചെറിയ ചെറിയ ഇതും ഓരോ സിറ്റികളാണ് ബാക്കിൽ മറ്റേ നമ്മള് കുഞ്ഞ വീടുകളിൽ സിറ്റി ഉണ്ടാക്കിയില്ലേ അമ്മ ഞാൻ കാര്യം പറയട്ടെ നമ്മള് ഈ വീഡിയോയിലൊക്കെ കാണില്ലേ ഒരാള് ഇങ്ങനെ ഒരു ഇതുപോലത്തെ സ്ഥലം വെച്ചിട്ട് അടുത്ത് ഒരു കുഞ്ഞു കുഞ്ഞു സിറ്റി ഒക്കെ വെക്കില്ലേ അതുപോലെ അല്ലേ കുഞ്ഞു കുഞ്ഞിനെ അത് ഈ ചെറിയ സിറ്റി അല്ല അതൊക്കെ നല്ലോണം ഇതുള്ള ആൾക്കാർ അല്ല ഇവിടെ കാണുമ്പോ ശരിക്കും ഹൈറ്റ് കൂട്ടണം അല്ലേ ഈ സാധനം പോരാ വെറുതെ ഒരു നെറ്റ് പോരാ മറ്റേതൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കാലുകൾ കാശാട്ടി പാറയുടെ അവിടെ നിന്നോ ഫോട്ടോ എടുക്കാം അങ്ങനെ നമ്മള് വ്യൂ പോയിന്റിൽ എത്തിട്ടാ എന്നിട്ടടി എന്നിട്ടാണ് സ്വകാര്യം ഇരുപ്പായി നടന്ന് കേറി വന്നിട്ട് ഇരുപ്പായി ആ വെയില് വന്നു ബാക്കിൽ അടിപൊളി ആ പാറ എങ്ങനെ തള്ളിയിടാം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടാ. അങ്ങോട്ട് തള്ളിയിടണോ ഇങ്ങോട്ട് തള്ളിയിടണോ അതാണ് രാജേട്ടന്റെ ആലോചന. അവിടെ ഡൗട്ട് ഉണ്ട്. ഇവിടുന്ന് കാണുമ്പോ പൊട്ടത്തോട് പക്ഷെ ശരിക്കും ഒരു വലിയ പുഴയാണ്. അതിന്റെ ബ്രിഡ്ജൊക്കെ ഉണ്ട്, 2 ബ്രിഡ്ജ് ഉണ്ട്. കാണണ്ട നിനക്ക്? ആ ഞാൻ കണ്ടു. ഒരെണ്ണം ഈ ഇത്തരം പോലെ സ്പേസില് ഒരെണ്ണം ഇത്തിരി അതുണ്ട് അല്ലേ അമ്മ അതില്ലേ ഞാൻ പറയാൻ വന്നു. ഞാനേ ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ അവിടെ ജാനുവിന്റെ
രേഖ അവിടെ പതിപ്പിക്കുകയാണ് ജാനു. വന്നതിനൊരു ഇതായിട്ട് ജാനുവിന്റെ പേര് എഴുതാണ്. എഴുതിയത് കണ്ടോ? ജാനു ഉണ്ട്, ഒരു ലവ് ഉണ്ട്. നമസ്കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജാനു ഇങ്ങോട്ട് വരണം. അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് തരൂ. അമ്മയുടെ കൈ തരൂ. ജാനു എഴുതി. ഇനി എഴുതില്ല. ചേട്ടൻ എഴുതട്ടെ. ജംഷു എഴുതിട്ട് വാ പോവാ. നമ്മ ശിവ. വലിയ പേരായതാ പ്രശ്നം. വരലോരക്കല്ലേട്ടാ. എനിക്ക് ആ കല്ല് അപ്പൊ വേണം. സംശയം ഞാൻ എടുത്തു. മാറ്. ആ നമസ്യ. തണുത്ത കാറ്റില്ലേ നിന്നെ അവിടെ കൈ. ആ ഇത് നമ്മള് കേറി വന്ന സ്ഥലാ. ഇതാണ് ഈ മലയും ആ താഴ്വാരാണ്. അല്ല ഇത് നടന്ന് ഇങ്ങനെ ആയതാടാ. നടക്കണ വഴി അങ്ങനെ ആയതാ. അതിപ്പോ സ്ഥിരങ്ങനെ നടന്ന് അങ്ങനെ ആയിട്ടുണ്ടാവണമെങ്കിൽ നമുക്ക് തിരിച്ചു നടക്കാം. തിരിച്ചു പോവാ നടക്ക. അപ്പൊ നമ്മുടെ വ്യൂ പോയിന്റ് കഴിഞ്ഞു. തിരിച്ചങ്ങോട്ട് പോവാലോ അല്ലേ? ഇനി അപ്പൊ ഞങ്ങള് തിരിച്ചിറങ്ങാണ്. ഇവിടെ ഫോണിന് നല്ല റേഞ്ച് ഉള്ളത് കൊണ്ട് പ്രശാന്താണ് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ കൂടി തിരിച്ചു നടക്കാം. സൂര്യൻ വെയില് വന്നു. അതെ, അതാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഒരുപാടൊന്നും കയറാനില്ല. കുറച്ച് കയറാനും നടക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ആ വ്യൂ കാണുമ്പോഴേ അടിപൊളിയാണ്. നമ്മളെന്തായാലും ആ നടന്നതിന് നടക്കാൻ ഒരുപാട്, ഞാൻ ട്രക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ കുറേ നടക്കാനെന്ന് വെച്ചു. പക്ഷെ അത്ര ഒന്നും നടക്കാനില്ല. അപ്പോൾ നമ്മൾ വെയ്യെങ്കിലും ആ നടന്ന് അവിടെ വരെ എത്തണം. അതിൻ്റെ ഒരു ഇത് കാണണം. അതൊരു രസമാണ്. അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ്. നല്ല രസം, എനിക്കിഷ്ടം. ഇവിടെ മുകളിലെത്തിയപ്പോഴേ ഫോണിന് നല്ല റേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മേനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. പിന്നെ ഇത് ചേട്ടൻ ഫുള്ള് കോളിലാണ്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. ട്രക്കിങ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇന്ന് വൈകുന്നേരം തിരിക്കണം. ചേട്ടൻ അവിടെ എത്തണത് തിരക്കായി. വൈകുന്നേരം പോവും. ഞങ്ങൾ നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. വൈകുന്നേരം പോകാൻ മാറ്റി. അപ്പോൾ നമ്മൾ പോയ വഴി കൂടെ തിരിച്ചെത്തിയത് എന്താ അവിടെ കുഴിയൊക്കെ ചെടി പറിച്ചവർ. അങ്ങനെ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞു. വാ വാ അരേ വാ. ഇപ്പൊ ഇത് കണ്ടിട്ട് വല്ല സിനിമയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പാടാൻ പോരാ ചേട്ടാ. ഡേറ്റ് നോക്കണം അല്ലേ? ആര്? അത് ജാസി വിറ്റ് അടിപൊളിയല്ലേ? സൂപ്പറാണ്. അല്ല അതും ഒരു ട്രെൻഡാണ് ആ സൗണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു സൗണ്ട് അല്ലല്ലോ, വെറൈറ്റി സൗണ്ട് അല്ലേ? ഈ പൊളിയാണ്. നമ്മള് തിരിച്ചെത്തിട്ടാ. ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ. നമ്മള് നമ്മുടെ റിസപ്ഷനിലല്ല ഭക്ഷണം കഴിക്കണ സ്ഥലത്തേക്ക് പോവാണ്. കയറ്റാൻ കയറാനുണ്ട്. അയ്യോ, ഫുഡ് അടിക്കണം. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടായി? ട്രക്കിങ് എങ്ങനെയുണ്ട്? കുറച്ച് സമയം കിട്ടുള്ളൂ.
കുറച്ച് സമയം കൊണ്ട് എത്തി. ഞങ്ങൾ കുറേ സമയം എടുക്കും. 5 മിനിറ്റ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ നടന്നാൻ അറിയണ്ട. ജാനുവിന് എങ്ങനെ, എന്താ അഭിപ്രായം? ഇഷ്ടായില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. കാട്ടുപോത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കണം. കാട്ടുപോത്തിനെ തൊടാൻ പോയേക്കാ പിള്ളേര്. വരൂ വരൂ, മതി പോവാ. ആ ഓക്കെ. പിന്നെ പ്രത്യേകം പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യമല്ല, ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ, എന്തോ ഒരു പ്രത്യേക മിനറൽസൊക്കെ ഉള്ള വെള്ളം തോന്നുന്നു. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ വെള്ളത്തിന്. ഞാനിത് ശ്രദ്ധിച്ചത് ഒരു തവണ വീട്ടിൽ ശ്രീക്കുട്ടനും അമ്മിണിയും വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വെള്ളത്തിനൊരു പ്രത്യേക രുചിയുണ്ടെന്ന്. ഓരോ സ്ഥലത്തെ വെള്ളത്തിനും ഓരോരോ മിനറൽസാണ് ചേച്ചി, അതിന് പ്രത്യേക രുചികളുണ്ടാവും, ശ്രദ്ധിച്ചാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ വെള്ളം അങ്ങനെ ഒരു രുചിയുള്ള വെള്ളമാണ്. രാവിലത്തെ ഫുഡ് ഇഡ്ഡലിയും പുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പൂരി മസാല എടുത്താണ്, ബ്രെഡ് ബട്ടർ. ഇത് പ്രശാന്തേട്ടൻ പുട്ട് എടുത്തിട്ടുണ്ട്, രാശേനും പുട്ട്, അംശു ബ്രെഡ് ജാമ് ബട്ടർ. പിന്നെ ഫുഡ് അടിക്കട്ടെ. ബട്ടർ, ഇത് ജാമുന്റെ ബട്ടർ. പഴങ്കഞ്ഞി ഉണ്ട് കേട്ടോ, പഴങ്കഞ്ഞി. ഇതിൽ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും തൈരാ സവാള എല്ലാം. പഴങ്കഞ്ഞി ഇത് കണ്ടെങ്കിൽ പ്രശാന്തമായിട്ട് അത് കഴിക്കുള്ളായിരുന്നു. ഞങ്ങളുടെ പൂരി മസാലയും പുട്ടും ഇതൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് പഴങ്കഞ്ഞി കണ്ടത്. പിന്നെ എന്നാ പഴങ്കഞ്ഞിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാ. ഫുഡ് അടിച്ച് റെസ്റ്റ് എടുക്കാണ്. റെസ്റ്റ് ഞാനവിടെ റെസ്റ്റും ഇല്ല. ഞാൻ വീണ്ടും കളിയില്ല. ഫാമില് പോണം. ഈ വരുന്നത് ആരാന്ന് കണ്ട അട്ടയല്ലാട്ടാ, തേരട്ട, വലിയ തേരട്ട. നമ്മുടെ അവിടെയൊക്കെ കുഞ്ഞിതല്ലേ, ഇവിടത്തെ പോത്താൻ തേരട്ടയാ. ദൈവമേ. ഇനി നമ്മള് ഫാമിലേക്ക് പോവാണ് കേട്ടാ, ഫാം ഹൗസ്. ഫാമിലേക്ക് പോവാം നമുക്ക്. ഇനി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫാം ഹൗസ് അല്ല, ഫാം. അമ്മേ സ്പീഡ് കൂടുന്നുണ്ട്, ഇറക്കായിപ്പോ. ഇവിടെ അടുത്തങ്ങണ്ടായിരുന്നല്ലോ ഫാം ഹൗസ്. അങ്ങടാ ശിവ അങ്ങടാ. ഫിഷിനെ ഇതാക്കണമായിരിക്കും. ഫിഷ് അഗ്രികൾച്ചർ ആണോ അത്? അതെ അതെ തന്നെ, അഗ്രി ഫാം. വർത്തരനെ അതാ വാലിയിട്ട് എന്താ അങ്ങനെ പൊക്കി എടുക്കാനായിരിക്കും. Very deep water body swimming not allowed. ഓക്കെ. എന്താ കാട്ടുപോത്ത് ചേട്ടാ, കാട്ടുപോത്ത്. ട്രക്കിങ് എന്തെങ്കിലും ഉണ്ടോ? ഓ നല്ല മണ്ട. ഇവിടെ ഇല്ല, വേറെ സ്ഥലം. കിളിയുടെ ചേക്കുണ്ട്. അതെ, കഴുതിയാണോ കുതിരയാണോ? അത് കഴുതിയ കുഞ്ഞുണ്ട്. ഫുഡ് അടിക്കുക. കോക്ടെയില് ഇതേ മുകളിലിരിക്കണു. കോക്ടെയില് 5-6 ഉണ്ട്. അതായത് കളർഫുള്ള്. അതിന്റെ വേറെന്തോ പേര് പറയും കേട്ടോ, കോക്ടെയിലും പിന്നെ വേറെന്തോ ആണ്. ഞാൻ പിങ്ക് വാഴക്കൊല നോക്ക്. കോഴീനെ നോക്കിയപ്പോ ബാക്കിലൊരാള്. അതിന് കൊടുത്ത തിന്നും വേണമെങ്കിൽ. കൊത്തൂട്ടാ ബാക്കിലുണ്ടേ. കളക്കം
ഇവിടെ ഗിനിക്കോഴി, അത് ഗിനിക്കോഴിയാ. താഴെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കോഴിയുണ്ട, കുഞ്ഞി തലയായിട്ട്, അത് ഗിനിക്കോഴി. മറ്റേതൊക്കെ സാധാരണ കോഴി. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രാവ് അടിപൊളിയുണ്ട്. കുഞ്ഞു മുത്തശ്ശന്റെ വീഡിയോ ഇപ്പൊ കണ്ടു. മുത്തശ്ശന്റെ അനിയന്റെ വീഡിയോ പോയപ്പോലെ കണ്ടു. വീടുള്ളല്ലേ പോലത്തെ ഇത് വെള്ളയൊക്കെ വളർത്തുന്നുണ്ട്. വേണ്ടി നോക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ തൊടണ്ട മോനെ. നോക്കാൻ തോന്നുന്നു. കുട്ടി കുട്ടി കളക്കം നോക്കിയ കളക്കം നിർത്തി പിടിച്ചിട്ടുണ്ട്, കൊത്തും. കളക്കത്തിനാണ്ട ജാനു ഉള്ളു മൊയിലാണല്ലോ. ദേ ഇതിന്റെ ഇടയിലൊരു മൊയില്, ഇതിന്റെ ഇടയില് മൊയില്. അല്ല വീടിന്റെ ഉള്ളിണ്ട്. ഇതേടാ ഇതിന്റെ ഉള്ളു കണ്ട ആ സീറ്റിന്റെ ഉള്ളിൽ നോക്കിയേ. കുഞ്ഞാ. ആ അതിന്റെ ഉള്ളുണ്ട്. ആ ഇതിന്റെ ഉള്ളിലുണ്ട്. തൊടണ്ട. അതാ അതിനെല്ലാം അങ്ങനെ കെട്ടി വെച്ചേക്കണ വരണ. ഒരു മോണരൊക്കെ തൊട്ടതിന് വല്ല അസുഖം വരും. ദേ മീനുകളുണ്ടല്ലോ. അതില് ദേ ഗിനിപ്പന്നിയാണോ? അതില് ഗിലിപ്പന്നിയാണോ അടാ അത്? അതെ അതെ, നംശു പറഞ്ഞ സംഭവം. എടാ ഇത് നല്ല വലിയതാണല്ലോടാ. എടാ നംശുവേ, നല്ല വലിയ ഗിനിപ്പന്നിയാണല്ലോടാ. എടാ കുഞ്ഞുങ്ങളുണ്ടാ, കുഞ്ഞുങ്ങള്. ഗിനിപ്പന്നികള്. എടാ അതിന്റെ കുഞ്ഞ് നടക്കണോക്ക് നംശു. ദേ ഇതിന്റെ ഒരമ്മയുടെ കൂടെ കുഞ്ഞോടി നടക്കണോക്ക്. ആ അതിന്റെ മുകളിലോട്ടൊക്കെ ഉണ്ട് തോന്നു. തൊടരുത് തൊടരുത് തൊടരുത്. കടിക്കൂട്ടാ കടിക്കൂട്ടുള്ളൂ. ഇതൊക്കെ കൂടി വരുന്നുണ്ട്, ഇപ്പൊ കിട്ടും. അതിന്റെ ഉള്ളിൽ ഓടിപ്പോയി അച്ഛനൊച്ചെടുത്തപ്പോ എനിക്ക് ആ കുർണീനാണ്ടാ, കുർണീനെ. അത് ഓടണ കണ്ടപ്പോ കഴിക്കല്ലേ. അതിന്റെ അമ്മയാണ് അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത്. അതിന്റെ കൂടെ ഓടുക വന്നത്, അതിന്റെ ഉള്ളിൽ നിന്ന് വന്നത്, അതിന്റെ ഉള്ളിൽ നിന്ന്. ഇപ്പൊ ആ വിളിച്ചിട്ടില്ലേ അവന്റെ അതിന്റെ ഉള്ളിൽ നിന്ന് വന്നത്. ഒച്ച ഉണ്ടാക്കല്ലേ, ഒച്ച ഉണ്ടാക്കല്ലേടാ. പേടിച്ചിട്ട് പോയതാ. ഒന്ന് കൈ കാണിച്ച വരുമോ നോട്ടം വിളിക്ക്. തൊടാണ്ട് തൊടാണ്ട തൊടാ. ആ ഒരു തവണ തൊട്ടോ. കടിക്കൂട്ടാ കടിക്കും കടിക്കും. ഇറ്റക്ക് പേടിയൂല്ല. ആ ഇറ്റക്ക് പേടിയൂല്ല. പക്ഷെ ഇനിയിപ്പന്ന് കടിക്കില്ലാന്നുണ്ട്. ഇതേ വീട്ടിലൊക്കെ വളർത്തും ചേട്ടാ, ഇങ്ങനെ കയ്യിൽ. ഷിറ്റ്സുവിന്റെ മുടിയൊക്കെ വെട്ടാറായി. ഷിറ്റ്സു ഉണ്ട്, ലാബ് ഉണ്ട് അല്ലേ. എൻ്റെ പൊന്നെ, ലാബല്ല അത്, റൂട്ട് വീലർ അല്ലേ. എൻ്റെ മുഖം നോക്കി നീ. അല്ല അമേരിക്കൻ ബുള്ള് അതങ്ങണ്ട, ബിഗ് ബുള്ളാന്നുണ്ട് മുഖം കണ്ടിട്ട്. വീഴല്ലേ. ഒക്കതിന് നല്ല വയറുണ്ട്. ഇട്ടോ ഇട്, 3 വെച്ചിട്ട്. എന്നാലും 3 വെച്ചിട്ടോ. ബട്ടർഫ്ലൈ കാത്തുന്നുണ്ട്. ഇങ്ങട് വാ, ഇങ്ങട് വാ.
പല ടൈപ്പ് ആടുകൾ. ചേട്ടാ കൊമ്പൊക്കെ ഉണ്ട്. അവനാണ് പ്രശ്നക്കാരെന്നുകൊണ്ട് അവനെ കെട്ടിയ അപ്പുറത്തിട്ടാണോ കൂട്ടില് മുട്ടനാട്. പശുക്കുട്ടി, അത് ഇതിന്റെ കുട്ടിയാണത്. ആ ഒരേ ഡിസൈൻ കണ്ടില്ലേ, അത് ഇതിന്റെ കുട്ടിയാണ്. അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. എല്ലാത്തിനും വേണ്ടില്ലേ ശിവ? അതെ, ഒരു കുഞ്ഞിരിക്കണുണ്ട. ഫാമും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ചേട്ടന് കോളുകൾ വരുന്നുണ്ട്, പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയണേ. പിന്നെ പോയിട്ട് നമുക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് വിശ്രമിക്കണം. ഇറക്കിറങ്ങാൻ നല്ല സുഖമായിരുന്നു, കയറ്റം കയറാൻ അത്ര സുഖമില്ല. അപ്പോൾ ഇനി ചെന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് ഫോണൊക്കെ ഒന്ന് ചാർജിലിട്ട് ഉച്ചയ്ക്ക് ഫുഡ് അടിച്ച് പിന്നെ ചേട്ടൻ ഫുള്ള് റേഞ്ച് വന്നാൽ ചേട്ടന് തുരുത്തുരാ ഫോണാ. അപ്പോഴേക്ക് ചേട്ടരെ 1 മണിക്ക് ഇറങ്ങാം, 2 മണിക്ക് ഇറങ്ങാം, 3 മണിക്ക് ഇറങ്ങാം. ടൈം ഇങ്ങനെ മാറി മാറി വരും. ശരിക്കും നാളെ രാവിലെയാണ് ഇറങ്ങേണ്ടത്. കാര്യങ്ങൾ എന്തിട്ടാ കഴിഞ്ഞത്? ഇപ്പോ ഫാം വിസിറ്റ്, ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഗൈസ് ഒന്നും ഞാൻ പറയാറില്ല. അപ്പോൾ ഇനി ഫുഡ് അടിക്കാനാണ് ചെല്ലേണ്ടത്. അപ്പം അതിന് മുമ്പ് റൂമിൽ പോയിട്ട് ഒരു ചെറിയ വിശ്രമം, ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി നമുക്ക് ഫുഡ് അടിക്കാൻ ഈ ചവിട്ടുപടികളെല്ലാം കയറാൻ വീണ്ടും. നമുക്ക് കയാക്കിംഗ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. കയാക്കിംഗ്, വാട്ടർ ആക്ടിവിറ്റീസ്. അപ്പം അത് ഇവിടെയാണ് വാട്ടർ ആക്ടിവിറ്റീസ്. റിവർ ക്രോസിംഗ്, ബോട്ടിംഗ്, കയാക്കിംഗ്, ബാംബു. കേട്ടു. ഇവിടെ അന്താക്ഷരി നടക്കുകയാണ് കേട്ടോ. സമാധാനായിട്ട് പടിയാൻ തീ. ശ്വാസം വിട്ട് പാട്. ഉയർന്നു പോ. ആ ഓക്കെ, ജാനു ജയിച്ചു. ഈ കളിയിൽ ജാനു ജയിച്ചു. മതി ഉയർന്നത്, മതി. ജാനു ജയിച്ചു കേട്ടോ, ജയിച്ചു.
ജനിച്ചു പ്രശാന്തേട്ടന്റെ കാലും അട്ടുപിടിച്ചു ഗോയ്സ്. മറ്റേ എടുത്തിട്ടുണ്ട് കളയാ ഒരു കോലെടുത്ത് ഉപ്പിട്ടെങ്കിൽ സുഖമായിട്ട് പോവും. നീനോട് തട്ടി കളഞ്ഞോ ആ കുപ്പിയോണ്ട് ഈ കാലം ഈ കുപ്പിയോണ്ട് തട്ടി കളഞ്ഞോ അങ്ങനെ തട്ടിയ പൂവില്ല ഞാനോ കാഞ്ചരട്ടാ അട്ട പിടിച്ചു ചേട്ടന്റെ കാലുമേ. എന്ന് പോയപ്പോഴാ വേറെ ഒരു ദിവസം അട്ട ഉണ്ടായത് ചേട്ടൻ. റിസോർട്ട് ആ അവിടെ പോയപ്പോഴും അട്ടയുണ്ടായി. കുഞ്ഞട്ടാ കോട്ടയില് നമ്മള് പിടിക്കാറില്ല. ഈ ചോര വന്നോണ്ടിരിക്കും ഉച്ച സമയം. ആള് ഇത്രയും നേരം കുടിച്ച് വയ്യാണ്ടായി. അതിനെ തട്ടി അങ്ങോട്ടാണിട്ടാ വല്ലൊരു കാര്യം കയറും. അപ്പോ നമ്മള് ഇറങ്ങാണല്ലേ ജാനു? അംശയോടെ അംശനെ കാണാനില്ല. ഇതൊന്നും ഇടല്ലെങ്കിൽ അത് കാണാം. ഇതാവും അംശ പോവല്ലേ? നമ്മള് വെക്കേറ്റ് ചെയ്യണം, റൂം വെക്കേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് ലഞ്ച് കഴിക്കാൻ പോവാം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോകും. അങ്ങനെ നമ്മുടെ കഴിഞ്ഞു, നമ്മുടെ താമസവും പൊളിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് അടിച്ചിട്ട് പോവാം നമുക്ക്. പൊളിച്ചു പോട്ടെ. അയ്യോ പൂള് എന്തൊരു മണാന്ന് ചെമ്പകത്തിന്റെ. വലിയൊരു ചെമ്പകത്തിന്റെ മരം ഉണ്ട് അവിടെ. പോവാണ് നമ്മള്. ചപ്പാത്തി ആണുണ്ട്. എന്താ റൈസ് അടി? ടൊമാറ്റോ ഗീ റൈസാ നല്ലതാ. എടുത്തത് ടൊമാറ്റോ റൈസ്, തൈര്, പിന്നെ വറുത്ത സാധനം, ചിക്കൻ കൊണ്ടാട്ടം, ഫ്രൂട്ട്സ്, വെജീസ്, പിന്നെ ഇതെന്താ കോളിഫ്ലവർ, അച്ചാർ. ഇതാണ് ഞാനെടുത്തത്. നമശിവും ഏകദേശം സെയിം. ജാനു പക്ഷെ വൈറ്റ് റൈസ് എടുത്തത് അല്ലേ? ചേട്ടൻ ലഗേജ് കൊണ്ടുവച്ചിട്ട് വരാനായിട്ട് പോയേക്കാം. ഗോബി ഇവർ വെക്കുന്നത് അടിപൊളിയാട്ടോ. ഇത് ചിക്കനും എല്ലാം നല്ലതാണെങ്കിലും എനിക്ക് ഈ ഗോബി അവർ ഏത് ടൈപ്പ് ഫ്രൈ ചെയ്തപ്പോഴും സൂപ്പർ, മറ്റു അതിന് മുമ്പത്തെ ദിവസത്തിൽ സൂപ്പർ, ഇന്നത്തെ സൂപ്പറായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു ടൈപ്പ് ഭക്ഷണം, വൈകുന്നേരം ഒരു ടൈപ്പ് ഭക്ഷണം, രാവിലെ ഒരു ഭക്ഷണം അല്ലേ? ഞാൻ ദിവസം ഒരേപോലെ ആയിരിക്കില്ല, വേറെ അല്ലേ? ഗോബി എടുത്തില്ലേ? ഞാൻ തന്നൂല്ലോ നിനക്ക്. കഴിഞ്ഞു. നീയാ പറഞ്ഞ ഒരെണ്ണം ഇട്ടാ മതി, ഒരെണ്ണം ഇട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിനോട്, ആ ഇടണ സമയത്ത് 100 പ്രാവശ്യം പറഞ്ഞു ചോറ് എടുക്കേണ്ട. ജാനും ടൊമാറ്റോ റൈസാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഒരു എരിവില്ല, ടൊമാറ്റോ ആണ്, അതാണ് റെഡായിട്ടിരിക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡും നല്ലതാണ്. ടൊമാറ്റോ റൈസ്, കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം. ഭക്ഷണത്തിന് ശേഷം അല്പം ഫ്രൂട്ട് സലാഡ്. അവർ അമ്പും വില്ലിൻ്റെ കളിയുടെ അവിടേക്ക് ഒന്ന് പോകണമെന്ന് പറയാണ്. പ്രശാന്തേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തനിച്ച് എൻ്റെ ആ സ്പോട്ടിലൊന്ന് നടക്കണം, ആ ഒറ്റത്തെ സ്പോട്ടിലൊന്ന് നടക്കണം. അപ്പം നമുക്ക് അവിടെ പോയി ഒന്ന് ആ കാറ്റൊക്കെ കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. അവിടെ ഒന്ന് ആ കാറ്റത്ത് ആ മലയൊക്കെ കണ്ടൊന്ന് നടക്കാം നമുക്ക്. അവർ പോയി കളിച്ചിട്ടേ പിള്ളേർ. ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടാ. ഫുഡൊക്കെ കഴിച്ചു.
ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ടൈമിലത്തെ ഫുഡും അടിപൊളിയാണ്. ഡിന്നർ സൂപ്പറായിരുന്നു കേട്ടോ. അതിന് എന്താ പറയുക, ആ ഡൈനിങ് ടേബിളും ആ റൂമും ഒക്കെ അടിപൊളിയാണ്. ഭക്ഷണം അടിപൊളിയാണ്. എല്ലാം സൂപ്പർ. ഒന്നിനും ഒരു കുറവ് പറയില്ല. ഒന്നും കൂടി മലയും താഴ്വാരൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് എനിക്കിഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ എത്തിയിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാട്ടാ. ഇവിടെയാണ് പിള്ളേരും ചേട്ടനൊക്കെ അവിടെ. പിള്ളേർക്ക് ലാസ്റ്റ് ഒന്നും കൂടി ആ അമ്പും വില്ലൊക്കെ വിട്ടിട്ട് കളിക്കണം എന്ന് പറയും. അപ്പം അങ്ങോട്ട് പ്രശാന്തട്ടം കൊണ്ടേക്കാം. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചതല്ലേ, ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. എനിക്ക് ഇവിടെ ഇങ്ങനെ കാറ്റുന്നുണ്ട്, ഈ കാഴ്ചയൊക്കെ കണ്ട് നടക്കാൻ നല്ല ഇഷ്ടമാണ്. രസം നോക്കി. കാറ്റുണ്ട്, ഭാഗ്യത്തിന് വെയിൽ കുറവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ സീ യു. ഞാൻ ഇനി വീട്ടിലെത്തണ വരെയുള്ള വീഡിയോ എടുക്കണില്ല. എൻ്റെ ഫോണിലുള്ള മെമ്മറി ഏകദേശം തീരാറായി. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ സീ യു. നമ്മുടെ മാംഗോസ്റ്റീൻ പഴുത്തൂട്ടാ. പൊട്ടിച്ചൂല ചേട്ടൻ എന്നിട്ട് ആക്ഷൻ കാണിക്കല്. അമ്പോ ബാക്കിയുള്ളത് പച്ചയാ നിൽക്കണം. താഴേട്ടാ കയ്യിൽ, ചേട്ടാ കയ്യിലിതാ മാംഗോസ്റ്റീൻ. ഫസ്റ്റ് മാംഗോസ്റ്റീൻ ഇതിലുള്ളപ്പോ ഇതുമ്മ ഉണ്ടായിട്ടില്ല. ഇതുമത്തിയല്ല, അത് നമ്മള് വാങ്ങിച്ചതല്ലേ. ഇതുമത്തിയല്ല, ഇതുമത്തി ഇപ്പൊ പഴുക്കണുള്ളൂ. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ് പോയിണ്ടാവും.